മഴതോരും മുമ്പയുടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ പതിവ് പോലെ ഓഫീസിലേക്കും അതുപോലെ തന്നെ അലീനയെ സ്റ്റാൻലി ജോസഫിന്റെ കൈകളിൽ എത്തിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കുളത്തൂപ്പുഴയിൽ അലീനയെ കാണാനും പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ ജോലിയും കഴിഞ്ഞ് ബാലചന്ദ്രൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പുറത്ത് വൈജയന്തി നിൽക്കുന്നുണ്ട്. വൈജയന്തി ബാലചന്ദ്രനെ കണ്ടപാടെ തന്നെ വളരെ ദേഷ്യത്തോടു കൂടിയാണ് അയാളോട് സംസാരിക്കുന്നത്. നിങ്ങൾ എവിടേക്കാ പോയത്? ആ നിങ്ങളുടെ രഹസ്യ കാമുകിയെ കാണാൻ പോയതായിരിക്കും അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ ഇത് കേട്ടിട്ട് ദേഷ്യം സഹിക്കവയ്യെങ്കിലും ബാലചന്ദ്രൻ ഇതെല്ലാം കടിച്ചമർത്തി കുനിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വൈജയന്തി വിട്ടുകൊടുക്കുന്നില്ല. വൈജയന്തി ചോദിക്കുകയാണ്, നിങ്ങൾക്കിത് എന്തിന്റെ കുഴപ്പമോ ബാലചന്ദ്ര? നിങ്ങൾക്ക് ഞാനെന്നുള്ളൊരു ഭാര്യ ഇവിടെയുണ്ട്. അതും മറന്നിട്ടല്ലേ നിങ്ങൾ ആ ഒരു വേലക്കാരിയുടെ പുറകെ പോകുന്നത്? അവൾ എന്ത് വിഷമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? എനിക്ക് ഇന്ന് തന്നെ അറിയണം നിങ്ങളും അവളും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. നിങ്ങളെ എൻ്റെ മക്കളെ പറഞ്ഞു മയക്കി, അത് അവൾ പറഞ്ഞു കുറെ മയക്കി വച്ചിട്ടും ഉണ്ടായിരുന്നു. ഇനി അത് നടക്കില്ല ബാലചന്ദ്ര. താങ്കൾ എന്താണോ ഉദ്ദേശിക്കുന്നത്? തൻ്റെ മകളെന്ന് പറഞ്ഞ് എവിടെയോ കിടന്ന് ഒരുത്തി എവിടേക്ക് കൊണ്ടുവന്നു. എല്ലാവരും വിഡ്ഢികളല്ല ബാലചന്ദ്ര. ഈ വൈജയന്തിയെ നിങ്ങൾ വിഡ്ഢിയാക്കാൻ നോക്കുകയും വേണ്ട. വൈജയന്തി ആരുടെ മുമ്പിലും തനവലിക്കില്ല. അത് സ്വന്തം ഭർത്താവിന്റെ മുമ്പിലായാൽ പോലും. പക്ഷേ ഇന്ന് എനിക്കറിയണം നിങ്ങൾ ആരെ കാണാനാണ് പോകുന്നതെന്നും എന്തിനാണ് പോകുന്നതെന്നും എനിക്കറിയണം. നിങ്ങൾക്ക് എന്നിൽ നിന്നും കിട്ടാത്ത എന്താണ് അവളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതെന്നും അവൾ എന്ത് മറിമായമാണ് നിങ്ങൾക്ക് കാണിച്ചതെന്നും എനിക്ക് അറിഞ്ഞേ കഴിയുള്ളൂ ബാലചന്ദ്ര. ഒരു വിഡ്ഢിയെ പോലെ ഇനി ഇവിടെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ വൈജയന്തിയെ കിട്ടില്ല. ഇന്ന് എനിക്ക് അതിനൊരു ഉത്തരം കിട്ടണം. നിങ്ങളുടെ നാവിൽ നിന്നും തന്നെ എനിക്കത് കേൾക്കുകയും വേണം. നിങ്ങൾ ഇന്ന് രാവിലെ ഓഫീസിലേക്കെന്ന് പറഞ്ഞു പോയത് എവിടേക്കാണ്? അവളെ കാണാനല്ലേ? ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്ന സമയത്ത് നിങ്ങൾ അവിടെ വന്നിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഓഫീസിലേക്കാണെന്ന് പറഞ്ഞിട്ട് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്? അവളെ കാണാനല്ലേ? അവള് ഇവിടെയുള്ള ബാക്കി എല്ലാവരെയും കൈക്കലാക്കി വെച്ചു. രോഹിത്തിനെയും ബബിതയെയും കൃഷ്ണമോളെയും എല്ലാവരെയും അവളുടെ കൈപ്പടങ്ങളിലാക്കി വെച്ചു. ഇനി അത് നടക്കില്ല. ഞാൻ രോഹിത്തിനോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവൻ നിങ്ങളോട് സംസാരിക്കും. അപ്പോ രോഹിത് ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, ശരി, ഞാൻ ഇതിനെല്ലാത്തിനും ഉത്തരം തരാം. ഞാൻ പോയത് കുളത്തൂപ്പുഴയിലേക്കാണ്. ആ സമയത്ത് രോഹിതാണ് തിരിച്ച് ബാലചന്ദ്രനോട് സംസാരിക്കുന്നത്. കുളത്തൂപ്പുഴയിൽ ആരെ കാണാനാണ് പോയത്? രോഹിത്തിന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ പന്തികേടുണ്ടെന്നും വൈജയന്തി രോഹിത്തിന്റെ മനസ്സിൽ വല്ലാത്ത വിഷം കുത്തി നിറച്ചു വെച്ചിട്ടുണ്ടെന്നും ബാലചന്ദ്രൻ മനസ്സിലാവുന്നുണ്ട്. ബാലചന്ദ്രൻ ഒരു ദയനീയത നോട്ടത്തോടു കൂടി രോഹിത്തിനെ നോക്കുന്നുണ്ട്. രോഹിത് ചോദിക്കുകയാണ്, അച്ഛൻ കേട്ടില്ലേ ഞാൻ എന്താണ് ചോദിച്ചതെന്ന്? എവിടേക്കാണ് പോയത്? എന്തിനാണ് പോയത്? ആരെ കാണാനാണ് പോയത്? ഇതിത്രയും എനിക്ക് അറിഞ്ഞേ കഴിയുള്ളൂ അച്ഛാ. ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ തന്നെ ആ ദേഷ്യമെല്ലാം കടിച്ചമർത്തി ഒരു നിസ്സഹായനെ പോലെ നിൽക്കുന്നുണ്ട്. തൻ്റെ മകന്റെ മുഖത്ത് നോക്കിയിട്ട് അമ്മയ്ക്കൊരു അഭിഹിതം ഉണ്ടായിരുന്നുവെന്നും അതിലൊരു കുഞ്ഞ് ജനിച്ചുവെന്നും അതാണ് അലീന എന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥ അപ്പോൾ ബാലചന്ദ്രൻ ഉണ്ടായിരുന്നില്ല. ബാലചന്ദ്രൻ എല്ലാ വിഷമങ്ങളും കടിച്ചമർത്തി ഒന്നും ആരുടെ മുഖത്ത് നോക്കി ഒരു ഉത്തരവും പറയാതെ തിരിച്ച് റൂമിലേക്ക് പോവാണ്. രോഹിത് വിട്ടുകൊടുക്കുന്നില്ല. വൈജയന്തിയും പറയുന്നുണ്ട്, എടാ നിന്റെ അച്ഛൻ പോയത് കണ്ടില്ലേ? അയാൾക്ക് തിരിച്ചു പറയാൻ യാതൊരു മറുപടി ഇല്ലടാ. നമ്മുടെ അയാളെ ചിരിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ മകളാണത്രേ. അയാൾക്ക് ഞാൻ അറിയാത്ത ഒരു മകളോ? അയാൾക്ക് അങ്ങനെ ഒരു പൂർവ്വബന്ധമേ ഉണ്ടായിട്ടില്ല. എന്നിട്ടിപ്പോ എവിടെന്നോ കിടക്കുന്ന ഒരുത്തിയെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അയാളുടെ വെപ്പാട്ടിയെ പോലെ വച്ചിട്ട് അയാളുടെ മകളാണത്രേ. പറയാൻ പോലും ഇയാൾക്ക് ഇത്ര നാണമില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇയാൾ ഇത്രയും ഒരു ചെറ്റത്തനം കാണിക്കുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല മോനെ. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് വീണ്ടും രോഹിത്തിന് സംശയങ്ങൾ ഉണ്ടാവുകയാണ്. അച്ഛൻ എന്തിനായിരിക്കും പോയത്? അച്ഛൻ ഞങ്ങളെ ദ്രോഹിക്കുകയാണോ ചതിക്കുകയാണോ എന്നുള്ള കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല. അവൻ ആലോചിക്കുന്നുണ്ട് അലീന ചേച്ചി വന്നത് മുതൽ പോയത് വരെയുള്ള രംഗങ്ങൾ. അലീന ചേച്ചി വന്നപ്പോൾ അവൻ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു. പക്ഷേ അലീന അവന് യാതൊരു ഉപദ്രവവും ചെയ്യാതെ സ്വന്തം അനിയനെ പോലെ സ്നേഹിച്ചു. അപ്പോൾ അനിൽ അങ്ങനെയുള്ള സ്വഭാവമുള്ള അലീന ചേച്ചിക്ക് അങ്ങനെ ഒരു വൃത്തികെട്ട സ്ത്രീയാവാൻ കഴിയുമോ? അത് എനിക്കറിയില്ല. അങ്ങനെ പല ചിന്തകളുമായിട്ട് തിരിച്ച് രോഹിത് ബാലചന്ദ്രന്റെ റൂമിലേക്ക് കയറി പോവാണ്. അവിടേക്ക് ചെല്ലുന്ന സമയം രാത്രിയാണ്. ബാലചന്ദ്രൻ കട്ടിലിൽ ഇരിക്കുന്നുണ്ട്. രോഹിത്തിനെ കാണുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോനെ അകത്തേക്ക് കയറി വാ. അങ്ങനെ രോഹിത് മടിച്ച് മടിച്ച് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. എടാ അച്ഛനറിയാം നിന്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അച്ഛനോട് ചോദിക്കാനെന്ന്. എനിക്കും നിന്നോട് കുറെ കാര്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ അത് എൻ്റെ മകന്റെ മുഖത്ത് നോക്കി ഒരച്ഛൻ എങ്ങനെ പറയുമെന്നും എങ്ങനെ തുടങ്ങണമെന്നും എനിക്കറിയില്ല മോനെ. പക്ഷേ അച്ഛൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷത്തിൽ അച്ഛൻ മരണപ്പെടുമോയെന്ന് അറിയില്ല. ആശുപത്രികളിൽ കയറി ഇറങ്ങി കഴിക്കാത്ത മരുന്നുകളില്ല. നെഞ്ചുവേദന,
അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി എത്ര നാൾ അച്ഛൻ ജീവിച്ചിരിക്കുമെന്നറിയില്ല. അച്ഛൻ്റെ മരണസമയത്തെങ്കിലും നീ അച്ഛനെ മനസ്സിലാക്കാനും അച്ഛനോട് ഒരു തരി സ്നേഹം കാണിക്കുവാനും വേണ്ടിയിട്ടാണ് അച്ഛൻ ഈ കാര്യങ്ങൾ നിന്നോട് പറയുന്നത്. അച്ഛൻ്റെ മരണകർമ്മങ്ങൾ ചെയ്യാൻ നീയല്ലേടാ ഉള്ളൂ. അതുകൊണ്ട് അതൊരു വെറുക്കപ്പെട്ട ദിവസങ്ങളാവരുതെന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ മനസ്സിൽ അച്ഛൻ മരിച്ചിരുന്നുവെങ്കിൽ എന്ന് കരുതുന്ന ആ ഒരു നിമിഷം ഇപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ കാര്യങ്ങൾ അറിയുമ്പോൾ നീ എങ്ങനെയായിരിക്കും അതിനെ ഉൾക്കൊള്ളുക എന്ന് എനിക്കറിയില്ല മോനെ. അച്ഛന് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. അതെവിടെ തുടങ്ങണമെന്നും എങ്ങനെ തുടങ്ങണമെന്നും അച്ഛന് യാതൊരു എത്തുപണിയും കിട്ടുന്നില്ല. അച്ഛൻ ഇതിനു മുമ്പ് ഇങ്ങനെ പതറിയിരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? മുൻപൊരു ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു. ആ ബാലചന്ദ്രൻ മരിച്ചു. ഇന്ന് ഈ ബാലചന്ദ്രന്റെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. തലയുയർത്തിപ്പിടിച്ച് എൻ്റെ മക്കളെന്നും എൻ്റെ ഭാര്യയെന്നും പറഞ്ഞു നടക്കുന്ന ഒരു ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു. ഇന്ന് ആ ബാലചന്ദ്രന്റെ മുന്നിൽ ആ ഒരു ഭാര്യയില്ല. വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ കെട്ടി എഴുന്നേൽച്ച് കൊണ്ട് നടക്കാം ഇതെന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ്. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് അവൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല. അപ്പോൾ രോഹിത് ഇതൊക്കെ കേട്ടു എന്ന് പറയുന്നുണ്ട്. എന്താ അച്ഛ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അച്ഛനും അമ്മയും വലിയ സ്നേഹത്തോടു കൂടിയായിരുന്നില്ലേ ജീവിച്ചുകൊണ്ടിരുന്നത്? അതിനിടയ്ക്ക് അലീന ചേച്ചി വന്നപ്പോഴല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ പ്രശ്നം ഉണ്ടായത്? എന്തിനാ അച്ഛ അമ്മയ്ക്ക് ഇഷ്ടമില്ലാതിരുന്നെങ്കിലും അലീന ചേച്ചി എന്തിനാ അച്ഛ പിന്നെ അച്ഛൻ കൊണ്ടുവന്നത്? വേണ്ടായിരുന്നല്ലോ. അലീന ചേച്ചി നല്ലൊരു കുട്ടിയാ. പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ട് അച്ഛൻ ആ ഒരു വാക്ക് ധിക്കരിച്ച് അലീന ചേച്ചി ഇവിടേക്ക് കൊണ്ടുവന്നു. അങ്ങനെയല്ലേ അച്ഛ ഇവിടെ പ്രശ്നങ്ങളുടെ തുടക്കം? മോനെ, നീ വിചാരിക്കുന്നത് അങ്ങനെയാണ്. എടാ, അതൊന്നും അല്ല സത്യം. അച്ഛൻ പറയാം. നീ നീ സമാധാനത്തോടു കൂടി കേൾക്കണം. ഇത് ഒരിക്കലും മറ്റൊരാൾ അറിയാൻ ഇടയാവരുത്. അച്ഛൻ്റെ മരണസമയത്ത് എങ്കിലും നീ അച്ഛനെ വെറുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഈ കാര്യങ്ങൾ നിന്നോടിപ്പോൾ പറയാമെന്ന് വിചാരിച്ചത്. നിന്റെ ഈ ഒരു പ്രായത്തിൽ നീ അതിനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നും എങ്ങനെയാണ് പ്രതികരിക്കുക എന്നും എനിക്കറിയില്ല. പക്ഷേ നിനക്ക് കുറച്ച് പക്വതയൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം നിന്നോട് പറയാം. അത് തുടങ്ങുന്നതിലാണ് അച്ഛന് ബുദ്ധിമുട്ട്. അങ്ങനെ വല്ലാതൊരു നിസ്സഹായ അവസ്ഥയോടുകൂടി ബാലചന്ദ്രൻ കട്ടിലിരിക്കുന്നുണ്ട്. കണ്ണൊക്കെ ചെറുതായിട്ട് നിറയുന്നുമുണ്ട്. എന്താ അച്ഛാ, ഇത്രയധികം അച്ഛനെ വിഷമിക്കാൻ പറ്റിയ കാര്യം എന്താ അച്ഛാ? പറയൂ. എൻ്റെ അച്ഛൻ്റെ സ്വഭാവം ഇങ്ങനെ അല്ലായിരുന്നു. എന്തു പറ്റിയച്ചാ? എന്തു പറ്റാനാടാ മോനെ? എല്ലാം എല്ലാം അവസാനിച്ചില്ലേ? ഇനി ഈ ബാലചന്ദ്രൻ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത്? അച്ഛൻ ഇങ്ങനെ വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയാതെ അച്ഛൻ എന്താന്ന് വെച്ചാൽ പറയാൻ നോക്കച്ച. എനിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് എന്തോ വല്ലാത്ത ടെൻഷൻ തോന്നുന്നു. അച്ഛൻ കാര്യം പറയാച്ചാ. പറയാം. 22 വർഷങ്ങൾക്ക് മുന്നിലുള്ള കാര്യമാണ്. നിന്റെ അച്ഛനും അമ്മയും വിവാഹം നടന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാലോ. പണ്ട് അവൾ ആഗ്രഹിക്കാൻ പോലും എനിക്കൊരു യോഗ്യത ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തീരെ പാവപ്പെട്ടവരായിരുന്നു. വൈജയന്തിയുടെ വീട്ടിൽ ജോലിക്കാണ് എൻ്റെ അമ്മ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാനും അമ്മയെ സഹായിക്കാൻ പോവാറുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ വൈജയന്തി ആദ്യമായിട്ട് കാണുന്നത്. അച്ഛൻ ഈ കഥകളൊക്കെ അച്ഛൻ ഒരു 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ അച്ഛ? അച്ഛൻ അന്നൊക്കെ ഈ കഥ എന്തോ അന്തസ്സായിട്ടായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ ആഗ്രഹം സാഫല്യമാക്കിയ നിമിഷം, അച്ഛൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുത്ത നിമിഷങ്ങളായിരുന്നില്ലേ അച്ഛ ഇതൊക്കെ? ആണടാ മോനെ. അത് എല്ലാം പറഞ്ഞു തുടങ്ങുമ്പോൾ എല്ലാം പറയണമല്ലോ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതാ. അങ്ങനെ അവിടെ നിന്നും അവരുടെ സഹായത്തോടു കൂടി ഞാൻ കോളേജിലൊക്കെ പഠിച്ചു. അങ്ങനെ ഇരിക്കെ എൻ്റെ പ്രണയം ഞാൻ അവളെ അറിയിച്ചു. വീട്ടുകാരറിഞ്ഞ സമയത്ത് അമ്മയുടെ ജോലി അവിടെ നിന്ന് നഷ്ടപ്പെട്ടു. ഞങ്ങൾ അവിടെ നിന്ന് നാട് കടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അവരെയൊക്കെ പേടിച്ച് അച്ഛൻ ഞങ്ങളെയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അന്നും എൻ്റെ ഉള്ളില് വൈജയന്തിയോടുള്ള സ്നേഹം ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്നും ചെറിയ ചെറിയ ജോലിയൊക്കെ സമ്പാദിച്ച് ചെറിയ ചെറിയ വരുമാനത്തിൽ ഞാൻ വിദേശത്തേക്ക് പോയത്. ഗൾഫിൽ ചെന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് എനിക്ക് അവളെ കല്യാണം കഴിക്കണമെന്ന ഒരാഗ്രഹം അപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല പണിയെടുത്ത് അത്യാവശ്യം പണം സമ്പാദിച്ചു. തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് വൈജയന്തിയെ വിവാഹം വീണ്ടും ആലോചിച്ചു. എന്തോ എനിക്കറിയില്ല, അവളുടെ എതിർത്തുകൊണ്ടിരുന്ന ഗംഗാധര മേനോനും അവളുടെ അച്ഛനും ഒക്കെ ആ വിവാഹത്തെ ആദ്യം എതിർത്തുവെങ്കിലും പിന്നെ അത് അനുകൂലിച്ചു. എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. ഞാൻ നേടിയെടുത്തു എന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെയാണ് ഞാനും വൈജയന്തിയും തമ്മിലുള്ള വിവാഹം നടന്നത്.
അപ്പോഴും അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതങ്ങനെ ആയിരുന്നില്ല എന്നും ആരുടെയൊക്കെ നിർബന്ധപ്രകാരമാണ് അവൾ എന്റെ മുന്നിൽ തല കുനിച്ചു തന്നതെന്നും പിന്നീട് എനിക്ക് മനസ്സിലായി മോനെ. എന്താ അച്ഛാ ഈ പറയുന്നത്? അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടമായിരുന്നില്ലേ? ആദ്യം ഇഷ്ടമില്ലായിരുന്നെങ്കിലും പിന്നെ അമ്മ അച്ഛനെ ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ എന്താ അച്ഛാ ഇപ്പൊ അതിലൊക്കെ എന്ത് സംഭവിച്ചു എന്നാ അച്ഛൻ പറയുന്നത്? സംഭവിച്ച കാര്യങ്ങളൊക്കെ അച്ഛൻ പറയാമെടാ. അങ്ങനെയായിരുന്നു ഞാനും നിന്റെ അമ്മയും തമ്മിലുള്ള വിവാഹം നടന്നത്. പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കുറെ കാലം അങ്ങനെ ജീവിച്ചു. കൃഷ്ണമോളും നീയും ബബിതയും ഒക്കെ ഉണ്ടായി. നമ്മളുടെ ഒരു ലോകം തന്നെയായിരുന്നു അത്. പക്ഷേ അതിനിടയ്ക്കാണ് ഞാൻ ചില സത്യങ്ങൾ അറിയുന്നത്. ആ സമയത്ത് രോഹിത്തിന്റെ മുഖം ഇങ്ങനെ വല്ലാതെ എന്തോ ഒരു ടെൻഷൻ പോലെ ആയിട്ട് അവൻ തലയുയർത്തി ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്താ അച്ഛാ അതിനിടയ്ക്ക് എന്താ ഉണ്ടായത്? അലീന ചേച്ചി വന്നതാണോ? അലീന ചേച്ചിയാണോ അച്ഛാ പ്രശ്നം? അലീന ചേച്ചിയാണോ പ്രശ്നമെന്ന് ചോദിച്ചാൽ അലീന ചേച്ചിയും അതിലൊരു ഭാഗമാണ് മോനെ. പക്ഷേ അലീന ചേച്ചി പ്രശ്നക്കാരിയല്ല. ആ വഴിയെ ഞാൻ ആ കാര്യങ്ങൾ പറയാം. അങ്ങനെ നമ്മുടെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അലീനയെ അന്ന് നീ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല എങ്കിലും മറ്റേ ഹരിയുടെ നിർബന്ധപ്രകാരം അലീനയെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി അവളെ ദേഹോപദ്രവം ചെയ്യാൻ നീ ശ്രമിച്ചു. അലീന കൊണ്ടുവന്ന വെള്ളത്തില് മയക്കുമരുന്ന് നൽകി അവളെ മയക്കി കിടത്തി നീ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് രോഹിത്തിന്റെ മുഖമൊക്കെ വല്ലാതെ അങ്ങ് വിഷമത്തോടു കൂടി അവിടെ നിന്ന് തന്നെ തീർന്നു പോയെങ്കിലെന്ന് വിചാരിച്ച് തല കുനിച്ച് നിൽക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ രോഹിത്ത് ഇന്നില്ലാന്ന് അച്ഛൻ അറിയാം. ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ മോന് സംഭവിച്ചു എന്നും ആ മാറ്റത്തിന് കാരണം അലീനയാണെന്നും അച്ഛൻ അറിയാം. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പറഞ്ഞു തുടങ്ങുമ്പോൾ എല്ലാം പറയണമല്ലോ മോനെ. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സമയത്ത് നിനക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാ നിനക്ക് അറിയാവുന്നതും അറിഞ്ഞൂടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ നിന്നോട് പറയാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അവൾ സ്വന്തം വയറ്റില് കത്രിക കുത്തിയിറക്കി അന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ച ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അന്നും അവൾ പറഞ്ഞത്, നീ പേടിക്കണ്ട, നിന്നെക്കുറിച്ച് ഞാൻ ആരോടും പറയില്ല, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ എന്നായിരുന്നു അല്ലേ? അതെ അച്ഛാ, അങ്ങനെ തന്നെയാണ് അലീന ചേച്ചി എന്നോട് പറഞ്ഞത്. പക്ഷേ അതൊക്കെ അച്ഛൻ അറിഞ്ഞത് നീ വിചാരിച്ചത് അലീന ചേച്ചി എന്നോട് പറഞ്ഞു എന്നാണ്. ഇപ്പോഴും നീ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. അതെ അച്ഛാ, അലീന ചേച്ചിയല്ലേ അച്ഛനോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ വിചാരിച്ചത് അലീന ചേച്ചിയാണ് അച്ഛനോട് ഈ കാര്യങ്ങൾ പറഞ്ഞതെന്നാണ്. ഡാ, നിനക്ക് അവളുടെ സ്വഭാവം അറിയില്ലേ? അവൾ അങ്ങനെ എന്നോട് പറയൂ? ഇല്ല, ഒരിക്കലും പറയില്ല. അവൾ നിന്നെ രക്ഷപ്പെടുത്താനേ ശ്രമിച്ചിട്ടുള്ളൂ. നിന്നെ നന്മയിലേക്ക് കൊണ്ടുവരാൻ മാത്രമേ അവൾ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ ഈ കാര്യം അറിഞ്ഞത് രേവതി കുട്ടിക്ക് അവൾ ഫോൺ ചെയ്തതിലൂടെയാണ്. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി അവൾ ഇവിടെ വരുമ്പോ നിന്റെ മുത്തശ്ശി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നിന്റെ മുത്തശ്ശിയുടെ ഫോണ് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഞാൻ അവർക്ക് പുതിയൊരു ഫോണ് വാങ്ങിക്കൊടുത്തു. ആ ഫോണിലൂടെ ആയിരുന്നു അലീന ചേച്ചി രേവതി കുട്ടിയുമായിട്ട് നിരന്തരം സംസാരിക്കാറ്. അങ്ങനെ എനിക്ക് എന്തോ എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് ഞാൻ അതിന്റെ റെക്കോർഡ് ഓണാക്കിയിട്ടിരുന്നു. അങ്ങനെ അവരുടെ സംഭാഷണങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. അതിൽ നിന്നുമാണ് ആ നടുക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. അതുവഴി തന്നെയാണ് നീ അലീനയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് അവളുടെ വയറ്റിൽ അവൾ സ്വയം കത്രിക കുത്തിയിറക്കി ഹോസ്പിറ്റലിലായത് എന്നുള്ള സത്യവും ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഭർത്താവിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നില്ല മോനെ അച്ഛൻ അന്നത് മനസ്സിലാക്കിയത്. പിന്നെ അച്ഛൻ ആ സത്യത്തിന് പുറകെയുള്ള ഓട്ടത്തിലായിരുന്നു, നേരറിയാനുള്ള ഓട്ടത്തിലായിരുന്നു, എന്താണ് യാഥാർത്ഥ്യം എന്നറിയാനുള്ള തിരക്കിലായിരുന്നു. നിനക്കറിയാമല്ലോ, അച്ഛൻ അന്നൊരിക്കൽ രാത്രി നീലഗിരിയിലേക്ക് പുറപ്പെട്ടത്. അന്ന് നീലഗിരിയിലേക്കാണെന്ന് നിങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടേക്ക് തിരിച്ചു വന്നത്. മദ്യം കൈകൊണ്ട് പോലും തൊടാതിരുന്ന ഞാന് അന്ന് മദ്യപിച്ച് ലെക്ക് കെട്ട് വീട്ടിലേക്ക് വന്ന കാര്യം നീ ഓർക്കുന്നുണ്ടായിരിക്കും. അതെ അച്ഛാ, ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛൻ അന്ന് പതിവില്ലാതെ വീട്ടിലേക്ക് മദ്യപിച്ച് വന്ന ദിവസം. ആ, നീ അതൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷേ നീയെന്ന് അങ്ങനെ അധികം ആരോടും സംസാരിക്കാറില്ലായിരുന്നല്ലോ. നീ കോളേജിൽ പോകുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, നിന്റേതായ കുറെ ഇഷ്ടങ്ങൾ നടത്തുന്നു. ആരോടും നിനക്ക് സംസാരിക്കാനോ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല അല്ലേ? അച്ഛ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അച്ഛ. ഇനി അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. ആ ഒരു രോഹിത്ത് ഇന്നില്ല അച്ഛ. ഇന്ന് അച്ഛന്റെ മുന്നിൽ നിൽക്കുന്നത് മറ്റൊരു രോഹിത്താണ്. അറിയാടാ മോനെ, അച്ഛൻ അറിയാം. എന്നാലും അച്ഛൻ പറഞ്ഞെന്നേ ഉള്ളൂ.
അച്ഛനെന്ന് പോയത് നീലഗിരിയിലേക്ക് ആരെ കാണാനാണെന്ന് നിനക്കറിയാലോ? ആ, അറിയാം. അങ്കിളിനെ കാണാനല്ലേ? ആ, അതേടാ. ഞാൻ നിന്റെ മൂത്ത അങ്കിള് ഗംഗാധര മേനോനെ കാണാനായിരുന്നു പോയത്. ഞാൻ അറിഞ്ഞ സത്യങ്ങളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു അച്ഛൻ. അവിടെ ചെന്ന് ഞാൻ നിന്റെ അങ്കിളിനെ കണ്ട് സംസാരിച്ചു, കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതില് യാഥാർത്ഥ്യമുണ്ട് എന്ന്. എന്താ അച്ഛാ, എന്തായിരുന്നു അങ്കിള് പറഞ്ഞത്? നിന്റെ അങ്കിൾ ഒരു ആർമി ഓഫീസർ ആയിരുന്നു എന്ന് നിനക്കറിയാലോ. അയാൾ ആഗ്രയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് നിന്റെ അമ്മ അവിടെ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഗംഗാധര മേനോനും ഭാര്യയും അവിടെ താമസമായിരുന്നു. അങ്ങനെയാണ് വൈജയന്തിയുടെ അച്ഛൻ വൈജയന്തിയെ കൂടെ അങ്ങോട്ടേക്ക് അയച്ചത്. ഏട്ടനുണ്ടല്ലോ, അവൻ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള ഒരു ആശ്വാസത്തിലായിരുന്നു നിന്റെ അപ്പൂപ്പൻ വൈജയന്തിയെ ഗംഗാധര മേനോന്റെ വീട്ടിലേക്ക് അയച്ചത്. അങ്ങനെ തന്നെയായിരുന്നു നടന്നു വന്നത്. അവിടെ വെച്ച് നിന്റെ ഗംഗാധര മേനോൻ അങ്കിളിന്റെ സീനിയർ ഓഫീസറായിരുന്ന സ്റ്റാൻലി ജോസഫ് എന്ന ഉദ്യോഗസ്ഥനുമായിട്ട് നിന്റെ അമ്മ പ്രണയത്തിലായി. പലതവണ സ്റ്റാൻലി ജോസഫ് ഗംഗാധര മേനോനെ കാണാനെന്ന മട്ടില് വീട്ടിലേക്ക് വരുന്നതായിരുന്നു. അവിടെ വെച്ചാണ് വൈജയന്തിയും അയാളും തമ്മിൽ പ്രണയത്തിലാവുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ രോഹിത് തലയുയർത്തി ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അച്ഛാ, സത്യമാണോ അച്ഛാ? ചിലപ്പോ അന്നത്തെ പ്രായത്തിൽ അമ്മയ്ക്ക് ആ ഒരു പ്രണയം ഉണ്ടായി കാണും അച്ഛാ. അതൊക്കെ ഇപ്പോ വലിയ കാര്യമാക്കി എടുക്കണോ? അല്ല, അല്ലടാ മോനെ, അച്ഛൻ അതിലൊന്നും യാതൊരു പ്രയാസവുമില്ല. ആ ഒരു പ്രായത്തിൽ പ്രണയം തോന്നുക എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല മോനെ. അച്ഛൻ അമ്മയോട് പ്രണയം തോന്നിയില്ലേ? അതിനിപ്പോ എന്താ? അത്ര ഒരു ഇടിഞ്ഞ ചിന്താഗതിക്കാരനൊന്നും അല്ല നിന്റെ അച്ഛൻ. പിന്നെ എന്താ അച്ഛാ? പറഞ്ഞു വരുന്നല്ലേ ഉള്ളൂ, നീ കേൾക്ക്. അങ്ങനെ അവിടെ വെച്ച് സീനിയർ ഉദ്യോഗസ്ഥനായിരുന്ന സ്റ്റാൻലി ജോസഫുമായി നിന്റെ അമ്മ പ്രണയത്തിലാവുന്നു. നിന്റെ അങ്കിളിന് അവിടെ നിന്ന് സ്ഥലം മാറ്റം വരുന്നു. അവിടെ നിന്നും നിന്റെ അങ്കിളും ആന്റിയുമായിട്ട് ഡൽഹിയിലേക്ക് പോകുന്നു. പക്ഷേ വൈജയന്തിക്ക് നാട്ടിലേക്ക് പോരാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. നിന്റെ അമ്മയെയും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന സ്റ്റാൻലി ജോസഫ് വൈജയന്തിക്ക് അവിടെ ഒരു സ്കൂളിൽ ജോലി വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അവരവിടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു. ഇത് കേൾക്കുമ്പോൾ രോഹിത് ഒരു ഞെട്ടലോട് കൂടി ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അച്ഛാ, എന്താ അച്ഛാ ഈ പറയുന്നത്? അമ്മയെ പറ്റിയാണ് അച്ഛൻ ഇതൊക്കെ പറയുന്നതെന്ന് ഓർമ്മ വേണം. എടാ, സ്വന്തം ഭാര്യയെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ എനിക്കാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛൻ അത് പറഞ്ഞേ മതിയാവൂ മോനെ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എനിക്ക് നിന്നോട് ഇത് എങ്ങനെ പറയണമെന്ന് അറിയില്ല എന്ന്. ഒരച്ഛൻ മകനോടാണ് സംസാരിക്കുന്നത്. അത് എങ്ങനെ ഏത് തരത്തിൽ സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഒരമ്മയെ പറ്റി ഒരു മകന്റെ മുഖത്ത് നോക്കി ഞാൻ ഈ കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കും? എനിക്കതിലും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അച്ഛനെ നീ ഒരിക്കലും തെറ്റുകാരനായി കാണരുതെന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ കാര്യങ്ങൾ നിന്നോട് പറയുന്നത്. അങ്ങനെ അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലും ജീവിച്ചു. നിന്റെ അമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു. അച്ഛാ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അച്ഛാ. അമ്മയെ പറ്റി എനിക്കത് ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ല അച്ഛാ. എന്തോ എൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നു. അമ്മ അമ്മ കല്യാണത്തിന് മുമ്പ് പ്രഗ്നന്റ് ആയിരുന്നു, അത് ഒരു കുഞ്ഞുണ്ടായെന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ചിന്തിക്കാൻ കഴിയുന്നില്ല അച്ഛാ. ആ, പറയട്ടടാ മോനെ. അങ്ങനെ അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചു. അവിടെ വെച്ച് അവർ തമ്മിൽ പിരിഞ്ഞു. നിന്റെ അങ്കിൾമാര് എന്തോ കാണിച്ച് അവരെ പിരിച്ചത് തന്നെയാണ്. അങ്ങനെ വൈജയന്തിയെ നിന്റെ മുത്തശ്ശൻ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ ആരും അറിയാതെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവൾ അവിടെ പ്രസവിച്ചു. പക്ഷെ നിന്റെ അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന്. അവിടെ വെച്ച് നിന്റെ മുത്തശ്ശൻ ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. നിന്റെ അമ്മ വിചാരിച്ചിരുന്നത് പ്രസവത്തിൽ ആ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ്. ആ കുഞ്ഞ് വളർന്ന് വലുതായി. 22 വർഷങ്ങൾ അവൾ അനാഥാലയത്തിൽ അനാഥയെ പോലെ ജീവിച്ചു. അവസാനം നിന്റെ മുത്തശ്ശിയെ നോക്കാനെന്നുള്ള മട്ടില് ആ കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇത് കേൾക്കുമ്പോൾ രോഹിത്തിന്റെ മുഖമൊക്കെ വിളറി കണ്ണൊക്കെ നിറഞ്ഞ് ഒരു തല ഉയർത്തിപ്പിടിച്ച് ബാലചന്ദ്രന്റെ മുഖത്തേക്ക് ദയനീയതയോടുകൂടി നോക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ കുട്ടിയാണ് അലീന. ആ ഒരു സൗണ്ട് കേൾക്കുന്നതോടുകൂടി രോഹിത് അവിടെ അങ്ങ് നിലച്ച് എന്തോ എന്തോ ഇല്ലാതായി പോകുന്നുണ്ട്. അവന്റെ മുഖത്തൊക്കെ ഇങ്ങനെ മിന്നി മാഞ്ഞു പോകുന്നുണ്ട് പല കാര്യങ്ങളും.
എന്റെ ദൈവമേ, അച്ഛ സ്വന്തം ചേച്ചി, എന്റെ സ്വന്തം ചേച്ചിയായിരുന്നു അച്ഛ അലീന ചേച്ചി. എന്തുകൊണ്ടാ അച്ഛ ഈ കാര്യങ്ങൾ നേരത്തെ പറയാതിരുന്നത്? അച്ഛനത് നേരത്തെ പറയേണ്ടതല്ലായിരുന്നോ? എന്തുമാത്രം ദ്രോഹിച്ചു, കൊല്ലാൻ വരെ ശ്രമിച്ചു. ഞാൻ എന്തൊക്കെ ചെയ്തു അലീന ചേച്ചിയോട്? അപ്പോഴെങ്കിലും അച്ഛൻ എന്നോട് ഒരു വാക്ക് തുറന്നു പറയാമായിരുന്നില്ലേ? എന്റെ തല കറങ്ങുന്ന അച്ഛ, എനിക്കിതൊന്നും ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല. അലീന ചേച്ചിയെ എന്റെ സ്വന്തം ചേച്ചിയായിരുന്നിട്ട് ഷോ അച്ഛൻ, ഞാൻ എന്തൊക്കെ ക്രൂരതയാണ് ചെയ്തത്. മോനെ, നിനക്കത് അറിയില്ലായിരുന്നല്ലോ. അതൊക്കെ പോട്ടെ, അത് കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അച്ഛ, അമ്മ ഇതറിഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ? അലീന ചേച്ചി അമ്മയുടെ സ്വന്തം മകളാണെന്നറിഞ്ഞാല് 22 വർഷങ്ങൾ അമ്മ ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് വിചാരിച്ച് കഴിഞ്ഞതായിരിക്കൂലേ. ഇപ്പോ അലീന ചേച്ചി ജീവനോടെ ഉണ്ടെന്ന് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അച്ഛ അവസ്ഥ? എടാ മോനെ, നീ ഈ കാര്യങ്ങളൊന്നും അമ്മയോട് പറയരുത്. അച്ഛ, എന്താ അച്ഛ? അമ്മ അറിയട്ടെ അച്ഛ ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. അച്ഛനും ഇഷ്ടമല്ലേ അലീന ചേച്ചിയെ? മകളെ പോലെയല്ലേ അച്ഛൻ അലീന ചേച്ചിയെ കാണുന്നത്? നീ നിന്റെ അമ്മയെ പറ്റി മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ. ഈ അച്ഛനെന്നുള്ള മനുഷ്യന്റെ ഉള്ളിനെ പറ്റി നീ ചിന്തിക്കുന്നുണ്ടോ മോനെ? അലീന ചേച്ചി എൻ്റെ മകളെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. മകളെ പോലെയല്ല. അവളുടെ സ്വഭാവ ഗുണം കൊണ്ട് അവൾ എൻ്റെ മകള് തന്നെയാണ്. പക്ഷേ എൻ്റെ ഉള്ളിലെ ഒരു ഭർത്താവിനെ നീ കാണുന്നില്ലേ? നിന്റെ അമ്മയെ പറ്റി മാത്രമേ നീ ആലോചിക്കുന്നുള്ളൂ. അച്ഛൻ്റെ മനസ്സ് എന്തുമാത്രം വിഷമിച്ച് കാണുമെന്ന് നീ ആലോചിച്ചു നോക്ക്. ഒരു മനുഷ്യൻ ഇല്ലാതായി തീർന്നില്ലേ അവിടെ? തലയുറപ്പോടുകൂടി എൻ്റെ ഭാര്യയെന്നും എൻ്റെ മക്കളെന്നും പറഞ്ഞെടുത്ത് എൻ്റെ ഭാര്യയ്ക്ക് മുൻ കാമുകനുണ്ടാവുക, അതിലൊരു കുട്ടി ഉണ്ടാവുക. അപ്പൊ ഞാൻ ആരാടാ മോനെ? ഞാനൊരു പമ്പര വെഡ്ഡിയല്ലേ? ഇത്രയും നാളും അവളെ സ്നേഹിച്ച് കൊണ്ടു നടന്ന പമ്പര വെഡ്ഡി. നിനക്കറിയില്ലേ, അച്ഛൻ അവളെ അനുസരിച്ചിട്ടേ ഉള്ളൂ. അവള് പറയുന്ന എല്ലാ കാര്യങ്ങളും. അന്ന് അതിലെനിക്ക് ഒരു മടിയേ ഉണ്ടായിരുന്നില്ല. എല്ലാവരും പറഞ്ഞു അവളെ അനുസരിക്കുന്നവനെന്ന്. അതിലെനിക്ക് സന്തോഷമായിരുന്നു, അഭിമാനമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ആരാടാ? നീ ആലോചിച്ചു നോക്ക്. ഭാര്യയ്ക്ക് മറ്റൊരു കുഞ്ഞുണ്ടാകുന്നത് അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഞാൻ അവളെ സ്നേഹിക്കാനോ? ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്. കഴിയുമോ? ഇല്ല മോനെ, അച്ഛൻ അതിന് ഒരിക്കലും കഴിയില്ല. അലീന ചേച്ചിയെ മകളായിട്ട് കാണാം, പക്ഷേ വൈജയന്തിയുമായിട്ട് ഇനി ഒരു ബന്ധത്തില് അതിന് അച്ഛന് കഴിയില്ല മോനെ. ആ ഒരു ജീവിതം അവസാനിച്ചു. ബാലചന്ദ്രന് ഇനി അങ്ങനെ ഒരു ജീവിതമില്ല. അന്ന് ഞാനും നിന്റെ അമ്മയും തമ്മിൽ പിരിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്താവുമായിരുന്നു? അതുകൊണ്ട് മാത്രമാണ് അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം മൂടി വെച്ച് അങ്ങ് കഴിഞ്ഞു പോയത്. പക്ഷേ ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും ഉണ്ടെങ്കിലും രണ്ടായി തന്നെ ജീവിക്കും. ഇനി അമ്മയും അച്ഛനും ഒന്നിച്ചു പോകുന്ന നിമിഷങ്ങളില്ല മോനെ. അത് അവസാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനി ബാലചന്ദ്രൻ ജീവിക്കുന്നത്. അച്ഛ, എന്താ അച്ഛ? ഇനി നിങ്ങൾക്ക് ഒരുമിച്ചൂടെ അച്ഛ? അലീന ചേച്ചി ഈ വീട്ടിലല്ലേ അച്ഛ താമസിക്കേണ്ടത്? ഇല്ല മോനെ, ഇല്ല. അമ്മയും അച്ഛനും തമ്മിൽ ഇനി ഒത്തുപോകാനായിട്ട് ഒരിക്കലും കഴിയില്ല. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് രോഹിത് കലങ്ങിയ കണ്ണുമായിട്ട് റൂമിലേക്ക് ഇറങ്ങി പോവാണ്. ബാലചന്ദ്രൻ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്, മോനെ, എടാ വിഷമിക്കാതെടാ. ഇല്ലച്ച, എനിക്ക് കുറച്ചു നേരം ഒന്ന് തനിച്ചിരിക്കണം. എൻ്റെ മനസ്സെന്തോ എനിക്കറിയില്ല, ഞാനൊരു ഏത് അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന്. കുറച്ചു നേരം ഞാനൊന്ന് തനിച്ചിരിക്കട്ടെ അച്ഛ. അങ്ങനെ അവൻ റൂമിൽ ചെന്ന് കിടക്കുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ പല കാര്യങ്ങളും ഇങ്ങനെ മിന്നു മാഞ്ഞു പോവാണ്. അലീന ചേച്ചി അവൻ ഉപദ്രവിച്ചതും, ആദ്യമായിട്ട് അലീനയെ കാണുമ്പോൾ അവൻ പല കോപ്രായങ്ങൾ അവളുടെ മുഖത്ത് നോക്കി കാണിച്ചതും, പല ചേഷ്ടകൾ കാണിച്ചതും എല്ലാം അവൻ ആ നിമിഷം ഇല്ലാതായിരുന്നെങ്കിൽ എന്ന് വരെ തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ അവൻ ആലോചിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം അലീന ചേച്ചിക്ക് അറിയാമായിരുന്നു താൻ അലീന ചേച്ചിയുടെ സ്വന്തം സഹോദരനാണ്. അന്ന് ഞാൻ അലീന ചേച്ചി ഉപദ്രവിക്കാൻ ശ്രമിച്ച അലീന ചേച്ചി വയറ്റിൽ കത്തി കുത്തി ഇറക്കിയപ്പോൾ അന്നും അലീന ചേച്ചി പറഞ്ഞു, ഓടി രക്ഷപ്പെട്ടോ, ഞാൻ ഈ കാര്യം ആരോടും പറയില്ല എന്ന്. ഞാൻ അന്ന് മറ്റൊരു പെൺകുട്ടിയുമായി വീട്ടിലേക്ക് വന്ന സമയത്ത് അച്ഛനോട് ആ കാര്യം വിളിച്ചു പറഞ്ഞു. അന്നും അലീന ചേച്ചി എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഹരിയുമായിട്ട് അന്ന് അവിടേക്ക് പോകുന്ന സമയത്തും അലീന ചേച്ചി എന്നെ വിലക്കി. അങ്ങനെ പല കാര്യങ്ങളും അവൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നു മാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. രേവതിക്കുട്ടിയുടെ വീട്ടിലെ രേവതിക്കുട്ടിയെ കാണാൻ പോയപ്പോൾ അലീന ചേച്ചിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോ കാണുമ്പോൾ രേവതിക്കുട്ടി പറഞ്ഞ കാര്യവും അവൻ ഓർക്കുന്നുണ്ട്. ആ, കറക്റ്റ്, ചേച്ചിയും അനിയനും തന്നെ എന്ന്. അന്നൊരു ദേഷ്യത്തോടു കൂടി അലീന ചേച്ചി അവളുടെ മുഖത്ത് നോക്കുന്നതും
അവൻ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എണീറ്റ് നടന്ന് എപ്പോഴും അവൻ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ തന്നെ അവൻ എണീറ്റ് ബാലചന്ദ്രന്റെ റൂമിലേക്ക് പോവാണ്. അച്ഛൻ ഇന്നലെ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് സംസാരിച്ചത്. ഒരു മകനോട് അച്ഛന് പറയാൻ പറ്റാത്ത വാക്കുകളാണ് അമ്മയെ പറ്റി അച്ഛൻ പറഞ്ഞത്. അച്ഛന്റെ നെഞ്ച് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അച്ഛന് സുഖമില്ലാത്തതാണ്. അങ്ങനെ അവൻ പിറ്റേന്ന് രാവിലെ നേരെ പോയത് ബാലചന്ദ്രന്റെ റൂമിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ ബാലചന്ദ്രനെ കാണാനില്ല. ബാലചന്ദ്രനെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ എന്തോ ഒരു പേടിയോട് കൂടി അവൻ ഓടി താഴേക്ക് ഇറങ്ങിയപ്പോൾ ബാലചന്ദ്രൻ പതിവ് പോലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രോഹിത്തിനെ കാണുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നിന്റെ വിഷമം ഇതുവരെ മാറിയില്ലേ? നിന്റെ മുഖമൊക്കെ വല്ലാതെ വാടിയിരിക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? അച്ഛാ അച്ഛാ അലീന ചേച്ചി അലീന ചേച്ചി എവിടെയാന്നുള്ള കാര്യം അച്ഛൻ ഇതുവരെ എന്നോട് പറഞ്ഞില്ല. എവിടെയാ അച്ഛാ അലീന ചേച്ചി ഉള്ളത്? എടാ മോനെ, അലീന ചേച്ചിയെ സ്വന്തം അച്ഛൻ്റെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു. സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലുണ്ട്. അതുകൂടെ കേൾക്കുമ്പോൾ രോഹിത്തിന് വല്ലാതെ ഒരു എന്തോ രോഹിത്തിൻ്റെ മനസ്സൊക്കെ പൊട്ടി പോകുന്നുണ്ട്. അച്ഛാ, എനിക്കൊന്ന് അലീന ചേച്ചിയെ കാണണം. എനിക്കിപ്പോൾ തന്നെ കാണണം അച്ഛാ. എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിക്കുന്നു. അലീന ചേച്ചിയെ കണ്ടെന്ന് എനിക്ക് കെട്ടിപ്പിടിച്ച് കരയണം. എൻ്റെ സ്വന്തം അലീന ചേച്ചി, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പ്. എടാ മോനെ, അച്ഛൻ കൊണ്ടുപോവാം. പക്ഷേ ഇന്ന് അച്ഛന് കുറച്ച് തിരക്കുണ്ട്. നാളെ ആവട്ടെ. നാളെ അച്ഛൻ നിന്നെ എന്തായാലും അലീന ചേച്ചിയെ കാണിക്കാൻ കൊണ്ടുപോവാം. അവിടെ ചെന്ന് നീ ഈ കാര്യങ്ങളൊന്നും അലീന ചേച്ചിയോട് പറയരുത്. അവള് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ, ആരും ഈ കാര്യങ്ങൾ അറിയരുത്. കൃഷ്ണമോളോ ബബിതയോ രോഹിത്തിനോടോ ഒന്നും ഈ കാര്യങ്ങൾ പറയരുതെന്ന്. അച്ഛൻ ഈ കാര്യം പറഞ്ഞതായിട്ട് നീ പറയരുത് കേട്ടോ. ഇല്ല അച്ഛാ, ഇല്ല. എനിക്കൊന്ന് അലീന ചേച്ചിയെ ഒരു നോക്ക് കണ്ടാൽ മാത്രം മതി. എൻ്റെ കൂടെ പിറപ്പാണെന്നറിഞ്ഞപ്പോൾ എന്തോ എനിക്ക് അലീന ചേച്ചിയെ കാണണം അച്ഛാ. അലീന ചേച്ചിയാണ് എന്നെ ഈ രോഗത്തിലേക്ക് മാറ്റിയെടുത്തത്. എൻ്റെ അലീന ചേച്ചിയെ എനിക്കൊന്ന് കാണണം അച്ഛാ എന്ന് പറഞ്ഞവൻ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്, വൈജയന്തിയോ കൃഷ്ണമോളോ ബബിതയോ ആരെങ്കിലും അവനെ കാണുന്നുണ്ടോ എന്ന്. ഇല്ല എന്ന് മനസ്സിലായപ്പോൾ തല കുനിച്ചവൻ ഓടിച്ചെന്ന് റൂമിലേക്ക് കയറി കിടക്കുന്നുണ്ട്. ബാലചന്ദ്രന്റെ മനസ്സിലും കുറേയൊക്കെ ആശ്വാസമാവുന്നുണ്ട്. തൻ്റെ മകൻ തന്നെ ഇത്രയും നാളും തെറ്റിദ്ധരിച്ചിരുന്നു. ഇപ്പോൾ അവൻ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ മനസ്സിന്റെ കുറേ പ്രയാസമൊക്കെ ബാലചന്ദ്രന് മാറി. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.